പണ്ട് എ പി അനിൽകുമാർ സാറിൻ്റെ മുറിയിൽ വെച്ച് എസ് രാജേന്ദ്രൻ MLA പരിചയപ്പെടുത്തുമ്പോൾ എ പി അനിൽകുമാർ, അന്ന് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം മാനേജിംഗ് ഡയറക്ടറാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിനെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം രാജേന്ദ്രൻ സാറല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മുകളിലേക്ക് കാണുന്നതിൻ്റെ ഇരട്ടി താഴേക്കുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഭൂമിക്കടിയിലേക്ക് അത്രയും വേരുകളുണ്ട്, നിങ്ങൾ ഈ കാണുന്ന പൊക്കം വെച്ച് പുള്ളിയെ അളക്കരുതെന്ന് ഫലിത രൂപേണ പറയുകയും ചിരിക്കുകയും ചെയ്തെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു എത്ര കൃത്യമായിട്ടാണ് എ പി അനിൽകുമാർ എസ് രാജേന്ദ്രൻ MLA വിലയിരുത്തിയത് എന്നോർത്തു. നമ്മൾ ഈ തോട്ടം മേഖല, ഇടുക്കി മേഖല, ആദിവാസി മേഖല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്താ? ഒരുപാട് കഷ്ടപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകളുടെ നടുവിൽ അവരോട് താല്പര്യവും അവരോട് താതാത്മ്യപ്പെട്ടും ജീവിക്കുന്ന ചില ജനപ്രതിനിധികൾ എന്നൊക്കെയല്ലേ നമുക്ക് തോന്നാറുള്ളത്. സത്യത്തിൽ അടുത്തറിയുമ്പോഴാണ് അറിയുന്നത്, നമ്മളിപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലോ കൊല്ലം ടൗണിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ ചൂഷകരും വലിയ അമിത സമ്പാദനക്കാരും അഴിമതിക്കാരും അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നവരുമായ ആളുകളുടെ ഒരു ഇടമാണ് ഇത്തരം സ്ഥലങ്ങൾ. പ്രത്യേകിച്ച് മലയോര മേഖല ഒക്കെ ആകുമ്പോഴേക്കും ഈ പട്ടയങ്ങൾ നൽകൽ, സ്ഥലം വാങ്ങൽ, അതിന് ബ്രോക്കറാവൽ, അതിന് ഏജൻസികളെ നിൽക്കൽ, അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കലൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വരുമാനമാണ്. എന്ന് മാത്രമല്ല, അതിലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? അതിൽ ബുദ്ധിയും വിവേകവും ധൈര്യവും അധികാരവും ഒക്കെ ഉള്ളവർ വിരലിലെണ്ണാവുന്നവരേ ഉണ്ടാവും. ബാക്കിയെല്ലാം നമ്മൾ ഈ വാഹനത്തിൽ പോകുമ്പോൾ കാണുന്ന തേയില കിള്ളുന്നവർ, അങ്ങനെ പണിയെടുക്കുന്നവർ ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ നെട്ടും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന, അവിഹിതങ്ങൾ നടക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള മേഖലകളാണ്, ആദിവാസി മേഖലകളാണ്, വയനാട്ടിലെ സ്ഥലങ്ങളാണ്, ഇടുക്കിയിലെ സ്ഥലങ്ങളാണ് എന്നതാണ് സത്യം. അവിടുത്തെ ഒരു മഹാപ്രതിഭയും രാജകുമാരനുമാണ് രാജേന്ദ്ര സാറ്, കരുത്തുറ്റ രാജേന്ദ്ര സാറ്. ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും ഒത്തിരി പറ്റിക്കാൻ പറ്റില്ല, അല്പകാലത്തേക്ക് ചില കാര്യങ്ങളിലൊക്കെ ചിലരെ പറ്റിക്കാം എന്ന് പറയുന്നതിന് തുല്യമാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യം. അതായത് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA ആയി രംഗത്ത് വരികയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരെങ്കിലും ഒരാളിനെ ഞാൻ വിമർശിച്ചാൽ എൻ്റെ താഴെ അണികൾ റെഡിയായി വേണമെങ്കിൽ എന്നെ വഴിയിൽ തടയും, എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തും. അങ്ങനെ നിൽക്കുകയാണ് ഈ പറയുന്ന പൊളപ്പന്മാരായ സഖാക്കൾ. അതുപോലെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടിയെ പറഞ്ഞാൽ മപ്ലാവുകൾ എങ്ങനെയെല്ലാം നിൽക്കും. ഇപ്പോൾ ഷാഫി കുഴപ്പക്കാരനാണെന്ന് പറയാൻ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? A റഹീമാണ്, വസീഫാണ്. അതിനുവേണ്ടി അവരെയാണ് നിയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് തകർക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ തകർക്കുന്ന കാലത്താണ് രാജേന്ദ്ര സാറൊക്കെ കയറി വരുന്നത്. സാത്വികരായ ഈ സാധാരണക്കാരായ MM മണിയുടെയൊക്കെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ കയറി വന്നങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് ചാമ്പ്യന്മാരുടെ ചാമ്പ്യന്മാരായി. പിന്നെ CPIM-ൽ ഒരു വസന്തകാലം ഉണ്ടായിരുന്നു. ഈ അധികാരചേരികളുടെ തർക്കം വന്ന് VS-ഉം പിണറായിയും 2 ലൈൻ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ വാക്കിനനുസരിച്ച് ഒത്തുനിന്ന് പാർട്ടിയൊന്നുമില്ല, വല്ലതുമൊക്കെ ഒപ്പിച്ചടിച്ചു മാറ്റിയ കുറേ പേരുണ്ട്. ആ സാഹചര്യങ്ങൾ മുതലെടുത്തവർ. ആ മുതലെടുപ്പ് നടത്തിയവരിൽ പെടുന്ന നല്ലൊരാളാണ് ഈ ബഹുമാന്യനും. പുള്ളി 2 ടേമും 3 ടേമും ഒക്കെ വെച്ച് മാറ്റിയപ്പോഴേക്ക് പുള്ളി ആകെ അസ്വസ്ഥനായിരുന്നു. പുള്ളിക്ക് അതല്ലാതെ ചിന്തിക്കുകയില്ല. കാരണം അതിൻ്റെ ഒരു സാധ്യതയും അകക്കാമ്പും കണ്ടറിഞ്ഞ ആളാണ്. കോൺഗ്രസ്സിനെടുക്കാൻ പ്രയാസം ഉണ്ടാവും, കാരണം അവിടെ ഇതില്ല. ഇപ്പം നമ്മൾ പണ്ട് ആം ആദ്മി തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, കുറേ വൃത്തികെട്ടവന്മാരെയൊക്കെ അതിനകത്തും പോയി, കുറേ വൃത്തികെട്ടവന്മാർ ഇതിലും പോയി കഴിഞ്ഞ് പിന്നെ ആർക്കും വേണ്ടാത്ത എന്ന് പറയുന്ന ഒരു സംഗതി വരുമല്ലോ. അങ്ങനെയും വരുന്നവർ ഇനി രാഷ്ട്രീയത്തിൽ അവശേഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അങ്ങനെ ഇപ്പോൾ അദ്ദേഹം തന്നെ പോവുകയാണ്. പണ്ടിത് സംഭവം തുടങ്ങിയ സമയത്ത് പുള്ളി അങ്ങനെ ഒന്നിലോട്ടും ഇല്ല, ഞാൻ എങ്ങും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവരുടെ മുന്നിലൂടാണ് ബഹുമാനപ്പെട്ടവർ നടന്നു നീങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതൊക്കെയും ഈ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ പുതിയ കാലച്ചകളാണ്. ഇവരെയും കാത്തിരിക്കുന്നുണ്ട് ജനം. ഉറപ്പായും ഉണ്ടാവണം.